6 ദശാബ്ദത്തിലേറെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്ന ഒരു നേതാവ് ആ പാർട്ടിയുമായി ബന്ധം ഉപേക്ഷിച്ച ഒരു അസാധാരണമായ സംഭവമാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 പ്രാവശ്യം MLA-യും 2 പ്രാവശ്യം മന്ത്രിയുമായിരുന്ന ആലപ്പുഴ ജില്ലാക്കാരനായിട്ടുള്ള ശ്രീ ജി സുധാകരൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം പുതുക്കാതെ സാങ്കേതികമായി രാജിവെച്ചു എന്ന് പറയാൻ കഴിയാതെ പാർട്ടിയുമായ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് ആ പാർട്ടിയുമായ ബന്ധം ഉപേക്ഷിച്ചതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. കാരണം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേക വർഷങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഒരു പാർട്ടിയുമായ ബന്ധം ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് പോകേണ്ട കാര്യമില്ല. എന്നാലും അദ്ദേഹം പരസ്യമായി നടത്തിയതായിട്ടുള്ള പ്രഖ്യാപനങ്ങളിലൂടെ ഏതാണ്ട് കാരണങ്ങളൊക്കെ പൊതുസമൂഹത്തിന് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ഒരു ദശാബ്ദമായി അദ്ദേഹത്തിന് പൂർണ്ണമായ അവഗണനയാണ് തൻ്റെ പാർട്ടിയായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹം ശക്തമായി പരാതിപ്പെടുന്നു. അദ്ദേഹത്തെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വം പോലും അവഗണിക്കുകയും ഒരു ബ്രാഞ്ച് തലത്തിലേക്ക് പോലും തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള പല ഇപ്പോഴത്തെ നേതാക്കന്മാരും ആലപ്പുഴ ജില്ലയെ പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും അദ്ദേഹത്തോട് വളരെ അവഗണനാ മനോഭാവവും പരിഹാസവുമാണ് വെച്ചു പുലർത്തുന്നത് എന്ന ആക്ഷേപം അദ്ദേഹം പരസ്യമാക്കി കഴിഞ്ഞു. ഇതൊക്കെ പല കാരണങ്ങളിൽ ചിലത് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം പുതുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞു. അതിനേക്കാൾ ആളുകളെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അല്ല, നല്ലൊരളവ് വരെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെയും അത്ഭുതപ്പെടുത്തിയ, ഞെട്ടിപ്പിക്കുന്ന എന്ന് ഞാൻ പറയുന്നില്ല, അത്ഭുതപ്പെടുത്തിയ ഒരു പ്രസ്താവന കൂടി അദ്ദേഹം ഇന്നലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ നടത്തി. അത് മറ്റൊന്നുമല്ല, അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. ഇതൊരു പക്ഷേ CPM-ഓ അല്ലെങ്കിൽ ഇടത് ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളോ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നതാണ് പരമാർത്ഥം. ഇങ്ങനെ ഒരു പ്രസ്താവന ശ്രീ ജി സുധാകരനിൽ നിന്നുണ്ടാകുമെന്ന് ആരും തന്നെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ കരുതിയിരുന്നില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. എന്നാൽ ഇനിയും അദ്ദേഹം പിന്നാക്കം പോകുന്ന പ്രശ്നമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരാൻ ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയും അദ്ദേഹത്തിന് ഒരു തിരിഞ്ഞു പോക്കുണ്ടാവുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ വരുന്ന ഒരു വലിയ പ്രശ്നം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരുന്നതിന് വളരെ മുൻപേ തന്നെ ഓരോ മണ്ഡലത്തിലെയും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പറ്റി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അങ്ങനെ വരുമ്പോൾ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ UDF-ൻ്റെതായ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലപ്പുഴ ജില്ലാ തലങ്ങളിലൊക്കെ പലവട്ടം ചർച്ച നടന്നിട്ടുണ്ട്. പരസ്യമാക്കിയിട്ടില്ലെങ്കിൽ പോലും അവിടെ അർഹരായിട്ടുള്ള ആളുകളുണ്ട്. വർഷങ്ങളായി ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അതിൽ മുൻ MLA ഉണ്ട്, അതിൽ KPCC-യുടെ ഉയർന്ന ഭാരവാഹികളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ശക്തമായി വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളുള്ള കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ള ആളുകളിൽ ആരെങ്കിലും ഒരാൾ കോൺഗ്രസിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നതായിട്ടുള്ള ചില അപശബ്ദങ്ങൾ ഏതെങ്കിലും കാരണത്താൽ UDF ഈ ജി സുധാകരന് പിന്തുണ നൽകുമോ എന്നുള്ളതാണ്.
UDFന്റെ പിന്തുണ ഒരു സന്ദർഭത്തിലും ജി സുധാകരൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ആരോടും എന്റെ പിന്തുണയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടില്ല. ആരെങ്കിലും പിന്തുണച്ചാൽ ഞാൻ അതിനെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും പറയുകയില്ല. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന പ്രഖ്യാപനം, എനിക്ക് ശ്രീ പിണറായി വിജയന്റെ 3ാം ഊഴത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്നതാണ് താല്പര്യം. ഇതാണോ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത്? എന്തൊരു വൈരുദ്ധ്യമാണ് അദ്ദേഹത്തിന്റെ നിലപാടിൽ. അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ ആരെങ്കിലും ഒരാളെ മഹാനായി കണ്ടുകൊണ്ട്, അങ്ങനെയായിരുന്നു അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയോട് യാത്ര പറയുന്ന ഒരാൾ പറയുകയാണ് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിൽ വരണമെന്ന്. എന്തൊരു കടുത്ത വൈരുദ്ധ്യമാണ്. അങ്ങനെ പറയുന്ന ഒരാളിനെ അങ്ങോട്ട് ചെന്ന് പിന്തുണച്ചുകൊണ്ട് UDFന് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ദുർഗതിയുണ്ടോ എന്ന് UDF നേതാക്കന്മാർ ഗൗരവത്തിൽ ആലോചിക്കണം. ഒന്നുകിൽ അവർ പരസ്യമായി ജയിച്ചു വന്നാൽ UDFന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമായി പ്രവർത്തിക്കുമെന്ന് ജി സുധാകരനിൽ നിന്ന് ഉറപ്പ് വാങ്ങിക്കണം. അങ്ങനെ ജി സുധാകരൻ പറയാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടി എന്ത് പ്രതിസന്ധിയെയും നേരിടുമെന്നുള്ള മട്ടിൽ അർഹതപ്പെട്ട ഒരു കോൺഗ്രസുകാരന് ആലപ്പുഴയിലെ ജില്ലയിലെ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ നിയോഗം നൽകണം. അതാണ് വേണ്ടത്. അല്ലാതെ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു അകൽച്ച ഇതിലൂടെ വ്യക്തമാക്കാമെന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായിട്ടുള്ള നിലപാടല്ല UDF. കോൺഗ്രസ് പാർട്ടി ആ തരത്തിലൊരു നിലപാടെടുക്കുന്നുവെങ്കിൽ വളരെ ആലോചിച്ചു വേണം നിലപാടെടുക്കാൻ. കാരണം ശ്രീ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഏതെങ്കിലും കാരണവശാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് എങ്കിൽ, ഏതോ സാങ്കല്പികമാണ്, വിജയിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ വിധേയത്വം ആരോടായിരിക്കും? വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുന്ന സർക്കാരിനോട് അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും? പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് ആരോടായിരിക്കും കടപ്പാട്? ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. അതല്ലാതെ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ സംസാരിച്ച് ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം എന്നൊക്കെ അങ്ങോട്ട് കയറി പറയുന്നത് പാർട്ടിക്ക് തന്നെ അപമാനമാണ്, ക്ഷീണമാണ്. ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആ മട്ടിലേക്ക് പോകരുത്. കോൺഗ്രസ് പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് ഒരു സ്ഥാനവും ലഭിക്കാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ലഭിക്കുന്ന അവസരങ്ങളിൽ ഇതുപോലെ വന്നു കയറുന്നവർ നഷ്ടപ്പെടുത്തുന്നത് ക്രൂരമാണ്. ഇതുപോലെ പലയിടത്തും സംഭവിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ താഴ്ന്നു കിടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ബേപ്പൂർ എന്തായാലും PV അൻവറിന് കൊടുക്കാൻ പ്രഖ്യാപിച്ച് അദ്ദേഹം അവിടെ ചുവരെഴുത്ത് വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കും. അതുപോലെ പയ്യന്നൂര് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതുപോലെ പുറത്തുപോയ ഒരാളിനെ സംബന്ധിച്ച് ആലോചനകൾ വന്നിരുന്നു. അതുപോലെ നാട്ടികയിലൊക്കെ ചില സംഗതികൾ വന്നിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില അപശബ്ദങ്ങളൊക്കെ ഇതിനിടയ്ക്ക് കേട്ടിരുന്നു. അങ്ങനെയൊന്നും പോകേണ്ട ഒരു ആവശ്യം UDFനുണ്ട് എന്ന് തോന്നുന്നില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ UDFന്റെ സാധ്യതകൾ വളരെ 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 ഉയർന്നു നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചില രാഷ്ട്രീയ ഒത്താശകളും ചില ഒത്തുതീർപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി നേതാക്കന്മാർ ആലോചിക്കണം. അതുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ. അദ്ദേഹത്തിന് പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വരട്ടെ. അന്നേരം അതിനെ സംബന്ധിച്ച് ആലോചിച്ചാൽ മതി. അല്ലാതെ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ പിന്തുണച്ചു കളയാമെന്ന് പറഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് UDF ഇപ്പോൾ എത്തി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് UDFൽ അർഹരായിട്ടുള്ള ഒരു തക്കതായ വിജയ സാധ്യതയുള്ള ഒരാളിനെ കണ്ടെത്തി അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് തന്നെയാണ് നല്ല ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലൊന്നും ഈ തരത്തിൽ ആലോചന നടക്കുന്നില്ലെങ്കിൽ അവിടെയും ഈ തരം ആലോചനയ്ക്ക് പ്രേരകമാകട്ടെ എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വഴിക്ക് പോകട്ടെ. UDF ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഒരു മത്സരത്തിൽ തോൽക്കുക, പരാജയപ്പെടുക, വിജയിക്കുക എന്നൊക്കെ പറയുന്ന ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ്. അതുകൊണ്ട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഭയന്നു നിൽക്കേണ്ട ആവശ്യമൊന്നും ജി സുധാകരന്റെ വരവോടുകൂടി UDFന് ആവശ്യമില്ല.
UDF അതിൻ്റെതായിട്ടുള്ള അന്തസ്സായിട്ടുള്ള മാന്യമായിട്ടുള്ള നിലപാടെടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്.